എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കേട്ടത് ഇതുവരെയാണ്. സന്ധി സംഭാഷണത്തിനായി ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ദൂതൻ സഞ്ജയൻ പാണ്ഡവരെ ചെന്ന് കാണുന്നു. അർഹമായത് ലഭിച്ചില്ലെങ്കിൽ യുദ്ധമല്ലാതെ തങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്ന് യുധിഷ്ഠിരൻ സഞ്ജയനെ അറിയിക്കുന്നു. സഞ്ജയൻ തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് മടങ്ങുന്നു. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. പാണ്ഡവരുടെ സന്ദേശവും വഹിച്ചുകൊണ്ട് സഞ്ജയൻ രാത്രിയായപ്പോൾ ഹസ്തിനപുരിയിലെത്തി. ഒട്ടും സമയം കളയാതെ തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ സഞ്ജയൻ കാവൽ ഭടനോട് പറഞ്ഞു, പാണ്ഡവരുടെ സന്ദേശവുമായി ഞാൻ ഹസ്തിനപുരിയിൽ നിന്നും തിരിച്ചെത്തിയ വിവരം മഹാരാജാവിനെ അറിയിച്ചാലും അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാലും സഞ്ജയൻ അദ്ദേഹത്തെ മുഖം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാവൽ ഭടൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ സമക്ഷത്തെത്തി പറഞ്ഞു. മഹാരാജൻ, അങ്ങയ്ക്ക് എൻ്റെ പ്രണാമം. പാണ്ഡവരെ കണ്ട് മടങ്ങി വന്ന സഞ്ജയൻ അങ്ങയെ മുഖം കാണിക്കുവാനായി കാത്തു നിൽക്കുകയാണ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു സഞ്ജയനെ കാണുവാനായി. എനിക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? എനിക്ക് നിദ്ര ഇനി ലഭിക്കുമെന്ന് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് സഞ്ജയനോട് എന്നെ വന്ന് കാണുവാൻ പറഞ്ഞാലും. രാജകൽപ്പന പ്രകാരം വൈകിയ വേളയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന് മുന്നിലെത്തിയ സഞ്ജയൻ മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, അങ്ങയ്ക്കെൻ്റെ പ്രണാമം. പാണ്ഡവരെ കണ്ട് ഞാൻ മടങ്ങിയെത്തിയിരിക്കുകയാണ്. യുധിഷ്ഠിരൻ അങ്ങയുടെയും കൗരവ സഹോദരന്മാരുടെയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുകയും ചെയ്തു. അക്ഷമനായി ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, പാണ്ഡവർ എങ്ങനെയാണ് എൻ്റെ സന്ദേശത്തോട് പ്രതികരിച്ചത്? പാണ്ഡവർക്ക് സൗഖ്യമാണോ? അവർ സന്തുഷ്ടരാണോ? സഞ്ജയൻ പറഞ്ഞു, ധർമ്മിഷ്ഠരായ യുധിഷ്ഠിരനും പാണ്ഡവ സഹോദരന്മാർക്കും സൗഖ്യമാണ്. അവർ ധർമ്മത്തെ വെടിയുവാൻ ഒരുക്കമല്ല. അവർക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അങ്ങയുടെ പുത്രന്മാരുടെ പ്രവൃത്തികളുടെ ഫലമാണ് എന്ന് അങ്ങ് അറിഞ്ഞാലും രാജൻ. യുധിഷ്ഠിരൻ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ പകയും വിദ്വേഷവും വെടിഞ്ഞിരിക്കുകയാണ്. അവർ അർഹമായത് ലഭിച്ചാൽ സന്ധിക്ക് തയ്യാറുമാണ്. എന്നാൽ കൗരവപക്ഷമാണ് സന്ധിക്ക് ഒരുക്കമല്ലാതെ നിൽക്കുന്നത് എന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. മഹാരാജൻ, ഇന്നത്തെ പ്രവൃത്തികളുടെ ഫലമാണ് നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതാകട്ടെ ഇന്നലത്തെ പ്രവൃത്തികളുടെ കർമ്മഫലവും. മഹാരാജൻ, സ്വന്തം പുത്രന്മാരുടെ പ്രവൃത്തികൾക്ക് തടയിടാതെ അതിന് മൗനാനുവാദം നൽകുന്ന അങ്ങയ്ക്ക് വലിയ ദുഷ്കീർത്തി വന്നു ചേരുമെന്നറിഞ്ഞാലും ആ ദുഷ്കീർത്തി അങ്ങയെ വിട്ട് ഒരു കാലത്തും പോകുകയുമില്ല. അങ്ങ് പാണ്ഡവരെ തീർത്തും അവഗണിച്ച് സ്വന്തം പുത്രന്മാരുടെ പ്രവൃത്തികളെ കണ്ടില്ലെന്ന് ഭാവിക്കുന്നു. എന്നിട്ട് ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ലാത്ത സന്ധി സംഭാഷണത്തിന് ശ്രമിക്കുന്നു. ലോകം മുഴുവൻ പറയുകയാണ് രാജൻ, കൗരവപക്ഷം പാണ്ഡവരോട് കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും കൊടിയ അധർമ്മമാണെന്ന്. അങ്ങ് കുരുവംശാധിപതിയാണ്. ഇത് അങ്ങയ്ക്ക് ചേർന്ന പ്രവൃത്തിയല്ലെന്ന് മനസ്സിലാക്കിയാലും രാജൻ, അങ്ങയ്ക്ക് ചുറ്റുമിരുന്ന് ജ്ഞാനികളായ പണ്ഡിതന്മാർ അങ്ങയോട് പറയുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്നും ഇത് മഹാവിപത്തിലേക്കാണ് ചെന്നുകൊണ്ടിരിക്കുന്നതെന്നും. പാണ്ഡവർ യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ കൗരവപക്ഷം മുച്ചൂടും മുടിയുമെന്ന് ജ്ഞാനികൾ ഉറച്ചു വിശ്വസിക്കുന്നു രാജൻ. ഗർഭിണിയായ അമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് പ്രസവശേഷം കുഞ്ഞിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത്. അതുപോലെ ഇന്നത്തെ അങ്ങയുടെ പ്രവൃത്തികളുടെ ഫലമായിരിക്കും നാളത്തെ സംഭവങ്ങൾ. അങ്ങയോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയും തന്നെ ഞാൻ പറയുകയാണ്, ഭരതവംശത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് അങ്ങാണ് കാരണമെന്ന് എനിക്ക് പറയേണ്ടി വരും രാജൻ. കാര്യങ്ങൾ കൈവിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സർവനാശത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ പ്രവൃത്തികളും മൗനവും മഹാഹോമകുണ്ഡത്തിലേക്ക് ഒഴിക്കുന്ന നെയ് പോലെയാണ്. ഹോമകുണ്ഡത്തിൽ നിന്നും ആളിക്കത്തുന്ന തീയിൽ കൗരവർ തന്നെയാവും തടികഷ്ണങ്ങൾ പോലെ കത്തിച്ചാമ്പലാവുക. മഹാരാജൻ, സ്വന്തം പുത്രന്മാരാൽ അങ്ങ് നിയന്ത്രിക്കപ്പെടുകയാണ്. ചൂതുകളി വേളയിൽ കൊടിയ അധർമ്മം നടക്കുമ്പോൾ അങ്ങ് മൗനം പാലിച്ചിരുന്നതിന് വലിയ വില കൊടുക്കേണ്ടതായി വരും എന്ന് സുനിശ്ചിതമാണ്. മഹാരാജൻ, അങ്ങ് സ്വന്തം പുത്രന്മാരെ നിയന്ത്രിക്കാതെ ഇരിക്കുകയാണ്. രാജൻ, അങ്ങ് യോഗ്യരായവരെ തള്ളി മാറ്റുന്നു, അയോഗ്യരായവരെ ആലിംഗനം ചെയ്യുന്നു. അങ്ങ് അലങ്കരിക്കുന്ന സ്ഥാനത്തോടും അങ്ങിരിക്കുന്ന സിംഹാസനത്തോടും അങ്ങ് നീതി പുലർത്തുന്നില്ല മഹാരാജൻ. രാജൻ, ഞാൻ വളരെ ക്ഷീണിതനാണ്. എനിക്ക് മടങ്ങുവാൻ അനുവാദം നൽകിയാലും നാളെ രാജസഭയിൽ എല്ലാവരും കേൾക്കെ ഞാൻ പറയാം യുധിഷ്ഠിരൻ്റെ സന്ദേശം എന്താണ് എന്നത്. ഇത്രയും പറഞ്ഞ സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ അനുവാദം വാങ്ങിച്ച കൊട്ടാരത്തിൽ നിന്നും മടങ്ങി. നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗപർവത്തിലെ സബ്സെക്ഷനായ പ്രജകര പർവമാണ്. പ്രജകര എന്നാൽ ഉറക്കമില്ലായ്മ. രാത്രി മുഴുവൻ മനഃശാന്തി ലഭിക്കാതെ ഉറങ്ങുവാൻ കഴിയാതെ എണീറ്റിരിക്കുന്ന അവസ്ഥയാണ് പ്രജകര എന്ന് പറയുന്നത്. ഇവിടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് ധൃതരാഷ്ട്രർക്കാണ്. പാണ്ഡവർ എന്തായിരിക്കും സഞ്ജയനോട് പറഞ്ഞിട്ടുണ്ടാവുക, എന്താവും നാളെ സഞ്ജയൻ പറയാൻ പോകുന്നത് എന്ന കാര്യത്തെ ഓർത്ത് മനസ്സമാധാനം നഷ്ടമായ ധൃതരാഷ്ട്രർക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. അസ്വസ്ഥനായ ധൃതരാഷ്ട്രർ ഭടനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജ്ഞാനിയായ വിദുരരെ കാണുവാൻ ആഗ്രഹിക്കുന്നു.
എത്രയും വേഗം അദ്ദേഹത്തെ എൻ്റെ സമക്ഷത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ധൃതരാഷ്ട്രർ ആവശ്യപ്പെട്ടതിന് പ്രകാരം മഹാജ്ഞാനിയായ വിദുരർ മഹാരാജാവിന് സമക്ഷമെത്തി. വിദുരരെ കണ്ടതും ധൃതരാഷ്ട്രർ പറഞ്ഞു, വിദുരരെ, പാണ്ഡവരെ കണ്ട് തിരിച്ചെത്തിയ സഞ്ജയൻ പറഞ്ഞ വാക്കുകൾ എന്നെ അത്യധികം അസ്വസ്ഥനാക്കുന്നു. നാളെ രാജ്യസഭയിൽ വച്ച് സഞ്ജയൻ എല്ലാവരോടുമായി പറയും പാണ്ഡവരുടെ നിലപാട് എന്താണ് എന്നും എന്താണ് പാണ്ഡവർ സഞ്ജയനിലൂടെ എല്ലാവരോടും പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്നും. എനിക്ക് എൻ്റെ ശരീരം കത്തുന്നത് പോലെ അനുഭവപ്പെടുന്നു. മനഃശാന്തി നഷ്ടപ്പെട്ട് ഉറങ്ങുവാൻ പോലും കഴിയാതെ വന്നാൽ എന്ത് കേട്ടാലാവും സ്വസ്ഥത ലഭിക്കുക? എൻ്റെ മനസ്സിനെ ശാന്തമാക്കുവാൻ എന്തെങ്കിലും പറയൂ വിദുരരെ. സഞ്ജയൻ നാളെ എന്തായിരിക്കും പറയുവാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഓർത്ത് ഞാൻ അങ്ങേയറ്റം അസ്വസ്ഥനാണ്. വിദുരർ പറഞ്ഞു, ശക്തനായ എതിരാളിയാൽ ആക്രമിക്കപ്പെടുന്ന ദുർബലനായ രാജാവിനും എല്ലാം നഷ്ടമായവനും ഉറക്കം നഷ്ടമാവും. എന്നാൽ അങ്ങയ്ക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങ് ഐശ്വര്യത്തിൻ്റെ മുകളിൽ അധിവസിക്കുന്നവനാണ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, വിദുരരെ, ധർമ്മത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. താങ്കളുടെ വാക്കുകൾക്ക് കാതോർത്ത് ഞാൻ ഇരിക്കുകയാണ്. പരമമായ അഭിവൃദ്ധിക്കായി എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് മഹാജ്ഞാനിയാണ്. രാജർഷിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അങ്ങ്. വിദുരർ പറഞ്ഞു, മഹാരാജൻ, സന്തോഷം, ക്രോധം, അഹങ്കാരം, ആത്മാഭിമാനം മുതലായ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് സ്വന്തം കർത്തവ്യത്തിൽ നിന്നും വ്യതിചലിക്കാത്തവനെയാണ് വിവേകിയായി കണക്കാക്കുന്നത്. അങ്ങനെയുള്ള വിവേകിയായ മനുഷ്യൻ്റെ പദ്ധതികൾ അവ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റുള്ളവർ അറിയുക. വിവേകിയായ മനുഷ്യൻ എന്ത് സംഭവിച്ചാലും സ്വധർമ്മം ആചരിക്കും. അവനെ വികാരങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ ഭയത്തിനോ വ്യാകുലതകൾക്കോ ആശങ്കകൾക്കോ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല. വിവേകിയായ മനുഷ്യൻ എല്ലാം എളുപ്പം പഠിച്ചെടുക്കുന്നു, മനസ്സിലാക്കുന്നു. അവൻ ക്ഷമയോടെ മറ്റുള്ളവർക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് കേൾക്കുന്നു. അവൻ ഒന്നിനെയും നിസ്സാരമായി കാണുകയില്ല. അവൻ അനാവശ്യമായി ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയുമില്ല. വിവേകിയായ മനുഷ്യൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുകയില്ല. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയാവുന്ന അവൻ സ്വന്തം ലക്ഷ്യം നേടിയെടുക്കും വരെ വിശ്രമിക്കുകയുമില്ല. മഹാരാജൻ, വിവേകിയായ മനുഷ്യന്റെ മനസ്സ് ശക്തമായ പ്രവാഹത്തോടെ ഒഴുകുന്ന ഗംഗയ്ക്ക് സമീപത്തായുള്ള തടാകം പോലെ ശാന്തമായിരിക്കും. അവൻ കർമ്മമെന്തെന്ന് അറിയുന്നു, കർമ്മഫലമെന്തെന്നും അവൻ അറിയുന്നു. നേരെ മറിച്ച് അവിവേകിയും മൂഢനുമായ മനുഷ്യനാകട്ടെ, അവൻ അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ സ്വത്തും സമ്പാദ്യവും എങ്ങനെ കൈക്കലാക്കാമെന്ന് ചിന്തിച്ച് നടക്കുന്നു. അവന് സ്വന്തമായി ലക്ഷ്യങ്ങൾ കാണുകയില്ല. ഒഴുക്കിൽപ്പെട്ട് നദിയുടെ ദിശയ്ക്കനുസരിച്ച് നീങ്ങുന്ന മരത്തടി പോലെ അവൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. അവൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കുന്നു. എന്താണ് നേടിയെടുക്കേണ്ടത് അത് അവൻ വിസ്മരിക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവിനോട് മിത്രത്തെ പോലെ പെരുമാറുകയും മിത്രത്തോട് ശത്രുവിനെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. അവൻ സ്വധർമ്മം വെടിയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നു. വേഗം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അവൻ സാവധാനം ചെയ്യുന്നു. മഹാരാജൻ, അവിവേകിയും മൂഢനുമായ മനുഷ്യൻ ക്ഷണിക്കപ്പെടാത്ത സ്ഥലത്ത് കയറി ചെല്ലുന്നു. അവൻ ആവശ്യത്തിലധികം സംസാരിക്കുകയും വിശ്വസിക്കുവാൻ കൊള്ളാത്തവരെ പോലും വിശ്വസിക്കുകയും ചെയ്യുന്നു. കുറ്റപ്പെടുത്തേണ്ടത് അവനവനെ ആണെങ്കിൽ കൂടിയും അവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. അവൻ സ്വന്തം ശക്തികളെയും കഴിവുകളെയും വിസ്മരിക്കുന്നു. അവൻ അർഹതയില്ലാത്തത് നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് രാജൻ അവിവേകിയായ മനുഷ്യന്റെ ലക്ഷണങ്ങൾ. രാജൻ, എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി ഉള്ളതെല്ലാം മറ്റാർക്കും കൊടുക്കാതെ ആർക്കും ഒരു നന്മയും ചെയ്യാതെ ജീവിക്കുന്ന സ്വാർത്ഥനായ മനുഷ്യനേക്കാൾ ക്രൂരനായി ആരാണുള്ളത്? വിവേകിയുടെയും മൂഢന്റെയും ലക്ഷണങ്ങൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. സ്വന്തം യുക്തിക്ക് അനുസരിച്ച് അങ്ങ് മനസ്സിലാക്കിയാലും ആരാണ് അങ്ങയുടെ ശത്രുവെന്നും മിത്രമെന്നും? മഹാരാജൻ, അങ്ങ് പരബ്രഹ്മത്തെ അറിഞ്ഞാലും അങ്ങ് ഈശ്വര ചൈതന്യത്തെ അറിയുന്നില്ല, മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല. ബ്രഹ്മമെന്നത് മുക്തിയിലേക്കുള്ള ചവിട്ടുപടികളാണ്. അത് പ്രക്ഷുബ്ധമായ കടലിൽ പൊങ്ങിക്കിടക്കുന്ന പ്രതീക്ഷയുടെ നൗകയാണ്. എല്ലാവരും കരുതുന്നത് ക്ഷമിക്കുക എന്നത് ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ്. എന്നാൽ ക്ഷമിക്കുവാൻ കഴിയുക എന്നത് പരമമായ ധർമ്മമാണ്. അതിലൂടെ മാത്രമേ ഒരുവന് യഥാർത്ഥ മനഃശാന്തി ലഭിക്കുകയുള്ളൂ. മഹാരാജൻ, പാണ്ഡുവിൻ്റെ 5 പുത്രന്മാർ 5 ഇന്ദ്രന്മാർക്ക് സമന്മാരാണ്. അവർ വളർന്നത് അങ്ങയുടെ കീഴിലാണ്. അവർ കാത്തു നിൽക്കുകയാണ് അങ്ങയുടെ തീരുമാനം എന്താണെന്ന് അറിയുവാനായി. അർഹമായത് അവർക്ക് നൽകിയാലും പാണ്ഡവർക്കും കൗരവർക്കും സന്തോഷമായി ഒരുമിച്ച് കഴിയാം. തീരുമാനമെടുക്കേണ്ടത് അങ്ങാണ്. ധൃതരാഷ്ട്രർ ചോദിച്ചു, മാനസിക ക്ലേശം കാരണം ഉറങ്ങുവാൻ കഴിയാത്ത മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് പണ്ഡിതനാണ്, പറയൂ വിദുരരെ. കുരുക്കളുടെ സൗഖ്യത്തിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിദുരർ പറഞ്ഞു, കുരുവംശത്തിന്റെ സൗഖ്യമാണ് അങ്ങ് കാംക്ഷിക്കുന്നതെങ്കിൽ അങ്ങ് അർഹതയില്ലാത്തത് കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമിക്കാതിരിക്കുക രാജൻ. ചതിയിലൂടെ നേടിയെടുത്തവയെല്ലാം നഷ്ടമാവുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ.
എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അതിനാൽ തന്നെ അങ്ങ് എന്താണോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വരും വരായികകളെപ്പറ്റി പൂർണ്ണ ബോധവാനായിരിക്കണം. അത്യാഗ്രഹിയായ മനുഷ്യൻ ഇരയെന്ന് തെറ്റിദ്ധരിച്ച് ചൂണ്ടയിൽ കടിച്ച് സ്വയം മരണം ഇരന്നു വാങ്ങുന്ന മത്സ്യത്തെ പോലെയാണ്. പാകമാകുന്നതിന് മുൻപായി പഴത്തെ മരത്തിൽ നിന്നും അടർത്തി മാറ്റിയാൽ പഴത്തിന് വേണ്ടത്ര രുചി കാണുകയില്ല. ആ പഴം കൊണ്ട് ആർക്കും വേണ്ടത്ര ഉപയോഗം ലഭിക്കുകയുമില്ല. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുൻപായി ആലോചിക്കണം, ഈ കാര്യം ചെയ്യുന്നതിലൂടെ എന്താണ് ലഭിക്കുന്നതെന്ന്, ചെയ്തില്ലെങ്കിൽ എന്താണ് നഷ്ടമാവുന്നത് എന്ന്. ചില കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടി ചെയ്താലും വേണ്ടത്ര ഫലം ലഭിക്കുകയില്ല. മറ്റ് ചില കാര്യങ്ങളാകട്ടെ വളരെ കുറച്ച് അധ്വാനത്തിലൂടെ തന്നെ വളരെ വലിയ ഗുണം ലഭിക്കുകയും ചെയ്യും. പാണ്ഡവരിൽ നിന്നും അധർമ്മത്തിലൂടെ കൈവശപ്പെടുത്തിയ രാജ്യവും സമ്പത്തും തിരിച്ച് അവർക്ക് നൽകിയാൽ ഉള്ള ഫലവും നൽകാതിരുന്നാലുള്ള ഫലവും എന്താണെന്ന് അങ്ങ് ആലോചിച്ചു നോക്കുക. പാരമ്പര്യമായി കൈവന്ന സ്വത്ത് അനുഭവിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ചതിയിലൂടെ എന്തെങ്കിലും നേടിയെടുത്താൽ അത് നഷ്ടമാവുക തന്നെ ചെയ്യും, സുനിശ്ചിതമാണ് അത് രാജൻ. മഹാരാജൻ, ശരീരത്തെ രഥമായി സങ്കല്പിക്കുക. ശരീരമാകുന്ന രഥത്തെ വലിക്കുന്ന 5 കുതിരകളാണ് പഞ്ചേന്ദ്രിയങ്ങൾ. തേരാളിയാകട്ടെ മനസ്സും. തേരാളിക്ക് യാതൊരുവിധ നിയന്ത്രണവും കുതിരകൾക്ക് മേൽ ഇല്ലെങ്കിൽ രഥം തോന്നിയ ദിക്കിലേക്ക് പോവുകയും അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല. അതുകൊണ്ട് അങ്ങ് സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചാലും അങ്ങ് സ്വന്തമല്ലാത്ത എന്തിനെയൊക്കെയോ സ്വന്തമെന്ന് കരുതി അങ്ങനെ തെറ്റിദ്ധരിച്ച് അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങക്ക് മനസ്സുഖം ലഭിക്കുക? അവനവന് അർഹമായത് മാത്രം കൈവശം വയ്ക്കുക രാജൻ. യുധിഷ്ഠിരൻ ഈ ലോകം മുഴുവൻ ഭരിക്കാൻ യോഗ്യനാണ്. അവൻ ധർമ്മിഷ്ഠരിൽ ധർമ്മിഷ്ഠനാണ്. വേണമെങ്കിൽ യുധിഷ്ഠിരന് സ്വന്തം അനുജന്മാരുടെ മാത്രം സഹായത്തോടെ തന്നെ നഷ്ടമായത് എല്ലാം നിമിഷാർദ്രം കൊണ്ട് തിരിച്ച് നേടിയെടുക്കുവാനാകും. എന്നാൽ അദ്ദേഹം അധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുകയില്ല. അദ്ദേഹം അങ്ങയെ ബഹുമാനിക്കുന്നു. അതിനാലാണ് അർഹമായത് തിരിച്ചു ലഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം കാത്തു നിൽക്കുന്നത്. അങ്ങയോടുള്ള ബഹുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അവർ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ഇപ്പോഴും അവർ ധർമ്മത്തെ വെടിയാതെ നേരായ വഴിക്ക് മാത്രം കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുവാൻ ശ്രമിക്കുന്നത്. മഹാരാജൻ, ദുര്യോധനൻ അവിവേകിയാണ്. അവനെ നിയന്ത്രിക്കുന്നതാകട്ടെ കുടില ബുദ്ധിയായ ശകുനിയാണ്. ദുശാസനൻ അവിവേകിയും നീചനുമാണ്. ദുര്യോധനന്റെ കൂടെ സദാസമയവും നടന്ന് അവന്റെ പ്രവൃത്തികളെല്ലാം പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് കർണൻ. ഇങ്ങനെയുള്ളവരിലാണോ അങ്ങ് സ്വന്തം രാജ്യത്തിന്റെ ഭാവി കാണുന്നത്? ഇങ്ങനെയുള്ള കുടില ബുദ്ധികൾ ആണോ അങ്ങയുടെ രാജ്യത്തിന്റെ യശസ്സും ഐശ്വര്യവും വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് കണക്ക് കൂട്ടുന്നത്? രാജൻ, പാണ്ഡവർ സർവ്വഗുണ സമ്പന്നരാണ്. അവർ അങ്ങയ്ക്ക് അച്ഛൻ്റെ സ്ഥാനം നൽകുന്നു. അവരെ അങ്ങ് സ്വന്തം മക്കളെ എന്ന പോലെ കാണേണ്ടതാണ്. തനിച്ചു നിൽക്കുന്ന വൃക്ഷത്തെ കാറ്റിന് എളുപ്പം മറിച്ചിടാൻ സാധിക്കും. എന്നാൽ ഒരു കൂട്ടമായാണ് മരങ്ങൾ നിൽക്കുന്നത് എങ്കിൽ കൊടുങ്കാറ്റിന് പോലും അവയെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുപോലെ പാണ്ഡവർ കൂടെ ഉണ്ടെങ്കിൽ കുരുവംശം അജേയരാവും. എന്നാൽ പാണ്ഡവരെ പിണക്കി അധികകാലം മുന്നോട്ട് പോകുവാൻ കൗരവർക്ക് കഴിയുകയില്ല എന്ന് അങ്ങ് മനസ്സിലാക്കിയാലും പരസ്പര സഹകരണം നിങ്ങൾ 2 കൂട്ടർക്കും ഗുണം ചെയ്യുകയേ ഉള്ളൂ. കൗരവരുമായി സഹകരിക്കുന്നതിലൂടെ പാണ്ഡവർക്ക് ലഭിക്കുന്നതിൻ്റെ 100 മടങ്ങ് ഉപയോഗമാണ് പാണ്ഡവരുമായി സഹകരിക്കുന്നതിലൂടെ കൗരവർക്ക് ലഭിക്കുവാൻ പോകുന്നത്. പാണ്ഡവർക്ക് അർഹമായ പങ്ക് നൽകുന്നതിലൂടെ ഗുണം ലഭിക്കുന്നത് അങ്ങയ്ക്കും അങ്ങയുടെ പുത്രന്മാർക്കും തന്നെയായിരിക്കും. മഹാരാജൻ, ആ ശപിക്കപ്പെട്ട ചൂതുകളി ദിവസം ദ്രൗപദി പണയപ്പെട്ടപ്പോൾ തന്നെ ഞാൻ അങ്ങയോട് പറഞ്ഞു, ദുര്യോധനനെ നിയന്ത്രിക്കൂ, തൽക്ഷണം ഈ ചൂതുകളി അവസാനിപ്പിക്കൂ എന്ന്. എന്നാൽ അങ്ങ് എൻ്റെ വാക്കുകൾ കേട്ടില്ല. അതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതും ഇനി അനുഭവിക്കാൻ പോകുന്നതും. കൗരവർ പാണ്ഡവരെയും പാണ്ഡവർ കൗരവരെയും സംരക്ഷിച്ച് ഒത്തൊരുമയോടെ കഴിയുകയാണ് വേണ്ടത് രാജൻ. നിങ്ങൾ 2 കൂട്ടരും പിളർന്നു നിന്നാൽ ശത്രുക്കൾ അത് മുതലെടുക്കും. മഹാരാജൻ, അങ്ങ് സിംഹങ്ങളായ പാണ്ഡവരെ അകറ്റി നിർത്തി കുറുനരിക്കൂട്ടത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. താങ്കൾക്ക് അതിൽ പശ്ചാത്താപം തോന്നുന്ന ദിവസം വന്നു ചേരും രാജൻ. ഒരുമയാണ് ശക്തി. പാണ്ഡവരെ കൂടെയാണ് നിർത്തേണ്ടത്, ശത്രുപക്ഷത്ത് അല്ല. പാണ്ഡവരുമായി യുദ്ധം ചെയ്ത് കുലത്തെ നശിപ്പിക്കാതിരിക്കൂ രാജൻ. അവർ ദേവേന്ദ്രന് സമന്മാരാണ്. താങ്കളുടെ 100 പുത്രന്മാർക്കും കർണനും പഞ്ചപാണ്ഡവർക്കും ഈ പൃഥ്വി മുഴുവൻ വാഴാം അവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ. മഹാരാജൻ, അങ്ങയുടെ 100 പുത്രന്മാർ വനവും പാണ്ഡവർ ആ കാട്ടിൽ വസിക്കുന്ന കടുവകളും ആണെന്ന് സങ്കല്പിക്കുക. മരം വെട്ടി കാട് നശിപ്പിച്ചാൽ കടുവകൾ കാട് വിട്ടുപോകും. കാടിനെ സംരക്ഷിക്കുന്നത് കടുവകളാണ്. കടുവകളെ സംരക്ഷിക്കുന്നതാകട്ടെ കാടും. 2 കൂട്ടർക്കും പരസ്പര സഹകരണം ഉപകാരപ്പെടുകയേ ഉള്ളൂ. രാജൻ, പാണ്ഡവർ വൻ വൃക്ഷങ്ങൾ ആണെന്ന് ഞാൻ കരുതുന്നു. കൗരവർ വള്ളിച്ചെടിയും. വള്ളിച്ചെടികൾക്ക് വളരാനും ഉയരത്തിലെത്തുവാനും വൃക്ഷങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ കൗരവർക്ക് പാണ്ഡവരുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. മഹാരാജൻ, വിശ്വസിക്കുവാൻ കൊള്ളാത്തവരെ വിശ്വസിക്കരുത്.
വിശ്വസിക്കുന്നവരെ അമിതമായി വിശ്വസിക്കുവാനും പാടില്ല. അങ്ങയുടെ മനസ്സിൽ ആര് പറഞ്ഞു തന്ന വിഷമാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. പാണ്ഡവരുമായുള്ള സമീപനം എന്തായിരിക്കണമെന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങയ്ക്ക് വ്യക്തതയില്ലാത്തത്? വ്യക്തത ഇല്ലാത്തതിൽ നിന്നുമാണ് മനസ്സിൻ്റെ അശാന്തി രൂപപ്പെടുന്നത്. വീട്ടിൽ ഒരു വലിയ വിഷപ്പാമ്പ് കയറിക്കൂടിയെന്നറിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് മനസ്സമാധാനമായി ഉറങ്ങുവാൻ സാധിക്കുമോ? അതുപോലെയാണ് മനസ്സിൽ കുറ്റബോധമുണ്ടെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് രാജൻ. പാണ്ഡവരെ അകറ്റി നിർത്തി സർവവും ദുര്യോധനന് നൽകിയാൽ അധികം വൈകാതെ തന്നെ ഈ കുലം മുടിയുമെന്നതിൽ ഒരു സംശയവുമില്ല. ധൃതരാഷ്ട്രർ പറഞ്ഞു, വിദുരരെ, അങ്ങ് പറയുന്നത് ശരിയാണ്. അവ എൻ്റെയും കുലത്തിൻ്റെയും നന്മ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എനിക്ക് ദുര്യോധനനെ ഉപേക്ഷിക്കുവാനോ അവനെ തള്ളിപ്പറയുവാനോ സാധിക്കുകയില്ല. വിദുരർ പറഞ്ഞു, ദുര്യോധനനെ ഉപേക്ഷിക്കണമെന്ന് അല്ല ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. ദുര്യോധനൻ മുൻപ് ചെയ്ത തെറ്റുകൾ തിരുത്തുവാനും ആ തെറ്റുകൾ വഴി ഉണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുവാനും അങ്ങയ്ക്ക് കഴിയും, അങ്ങയുടെ തീരുമാനങ്ങളിലൂടെ. മഹാരാജൻ, ലോകത്തിലെ മുഴുവൻ സമ്പത്തും ഭക്ഷണവും സ്ത്രീകളെയും ലഭിച്ചാലും ഒരു മനുഷ്യൻ്റെ ആർത്തി തീരുകയില്ല, അവന് സംതൃപ്തി ലഭിക്കുകയില്ല. അതിനാലാണ് ഞാൻ അങ്ങയോട് പറയുന്നത്, പാണ്ഡവർക്ക് അർഹമായത് നൽകിയാലും അവരിൽ നിന്നും ചതിയിലൂടെ നേടിയെടുത്തതെല്ലാം അവർക്ക് തിരികെ നൽകിയാലും കത്തിക്കരിക്കുവാൻ എത്ര തടി ലഭിച്ചാലും അഗ്നിക്ക് മതിയാവുകയില്ല, എത്ര നദികൾ വന്ന് ചേർന്നാലും സാഗരത്തിനും മതിയാവുകയില്ല. അതുപോലെയാണ് മനുഷ്യൻ്റെ അത്യാഗ്രഹവും. എത്ര ലഭിച്ചാലും അവന് മതിയാവുകയില്ല, സംതൃപ്തി ലഭിക്കുകയുമില്ല. മഹാരാജൻ, ധർമ്മം ആചരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ധർമ്മമാണ് പരമമായ സത്യം. ഭയന്നിട്ടോ അത്യാഗ്രഹം കൊണ്ടോ സ്വന്തം ജീവന് വേണ്ടിയോ പോലും ധർമ്മത്തെ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. വിദുരർ പറയുന്നതെല്ലാം കേട്ടിരുന്നിട്ട് ധൃതരാഷ്ട്രർ അവസാനം പറഞ്ഞു, എൻ്റെ മനസ്സ് കാർമേഘങ്ങൾ മൂടിയ ആകാശം പോലെ തന്നെ ഇരുണ്ട് കിടക്കുകയാണ് വിദുരരെ. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.